ಲಾವಣ್ಯ ನಿಮ್ಮ ಹತ್ರ ಏನಾದ್ರು ಹೇಳಿದಾರ ಅವಳ ವಿಷಯವನ್ನು? என்ன பால யார் அத்தார பத்து போயின பால என்ன பால ஐயோ தேவா எழுத்தால பந்து ஜலு ஐயோ தேவா அஞ்சதா இந்த பல்பால தேவராலு என்னடா ಅಂಚಿನ ಬಾಲನೇ ಅತ್ತು ಆ ಬಾಲ ದಾಯ ತಿಕ್ಕದಲ್ಲ ಅಯ್ಯೋ ದೇವ തീയര പള്ളി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു അമ്മയുടെ കരച്ചിലാണ് നിങ്ങൾ കണ്ടത്. ലാവണ്യ എന്ന് പറയുന്ന 21 വയസ്സ് പ്രായം വരുന്ന ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന ഒരു സഹോദരിയുടെ അമ്മയാണ് ഈ കരച്ചിൽ കരയുന്നത്. കാരണം അവരോട് പ്രണയാഭ്യർത്ഥന നടത്തിയ ഒരു യുവാവുണ്ടായിരുന്നു. പേര് ചേതൻ എന്നാണ്. 22 വയസ്സ് മാത്രമാണ് പ്രായം. 4 വർഷം മുന്നേ തന്നെ ഇവരുടെ കുടുംബ സുഹൃത്താണ്. ഇവർക്ക് നല്ല പരിചയമുണ്ട്. മുമ്പേ തന്നെ യുവാവ് പല പ്രാവശ്യം എന്നെ സ്നേഹിക്കണം, എന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഈ കുട്ടിയോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതെല്ലാം നിരസിക്കുകയാണ് ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം മംഗളൂർ ബണ്ട്യാലയിൽ വെച്ച് BC റോഡിൽ KSRTC ബസ് സ്റ്റാൻഡിൽ ഏകദേശം 4 മണിയോട് സമയമടുത്ത് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഈ യുവാവ് ആ ബസ്സിൽ കയറിയിട്ട് യുവതിയോട് ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. എന്നെ പ്രണയിക്കണം, എന്നെ കല്യാണം കഴിക്കണം എന്നെല്ലാം ബസ്സിൽ വെച്ചിട്ട് പറയുന്നു. ആ യുവതി വീണ്ടും അത് നിരസിക്കുന്നു. ആ സമയത്ത് പ്രതിയുടെ കയ്യിൽ ആയുധം ഈ സഹോദരിയായ ലാവണ്യ എന്ന് പറയുന്ന 21 വയസ്സുള്ള യുവതി കണ്ടിരുന്നു. അപ്പോൾ തന്നെ അപകടം മനസ്സിലാക്കിയ യുവതി ബസ്സിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. പുറകെ ഈ 22 വയസ്സുകാരനായ ചേതൻ എന്ന് പറയുന്ന അവരുടെ പഴയ കാമുകൻ ഓടുകയും അതുപോലെ തന്നെ കൃത്യം വളരെ എല്ലാവരുടെയും 100 കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് മഴ ഉപയോഗിച്ച് ഈ സഹോദരിയെ വെട്ടിക്കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. ആ അമ്മയുടെ കരച്ചിലാണ് നിങ്ങൾ കണ്ടത്. ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ആ സഹോദരി ഹോം നേഴ്സായിട്ട് ജോലിക്ക് പോയി വരുന്ന വഴിയിലാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു ആക്രമണം. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് പട്ടാപ്പകൽ 4 മണിക്കാണ് ഈ സംഭവം. ഇതൊക്കെ ഇപ്പോൾ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നിയമ സംവിധാനം തന്നെയാണ്. നമുക്ക് അതിനു മുന്നേ ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. മംഗളൂരു ബണ്ട്യാലയിൽ വെച്ച് കൊല നടത്തിയ ശേഷം ചേതൻ എന്ന് പറയുന്ന ആ സുഹൃത്ത് ഓടിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ നിർത്തിയിട്ട കാറിൽ കയറി അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. ഏതായാലും മനുഷ്യ മനസാക്ഷി മരവിച്ചു പോയ നിമിഷങ്ങളായിരുന്നു. കാരണം ആ ബസ് സ്റ്റാൻഡിൽ കൂടിയ ജനങ്ങളെല്ലാം തന്നെ ഈ സംഭവം കണ്ടു നിന്നെങ്കിലും അദ്ദേഹത്തെ കൈയോടെ പിടിക്കാൻ വേണ്ടിയുള്ള ധൈര്യം ആ സമയത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതുപോലെ തന്നെ നിർത്തിയിട്ട കാറിലേക്ക് ഓടിക്കേറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് കണ്ടത്. ഏതായാലും ഈ പറയുന്ന ചേതൻ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനുഷ്യൻ ഏതായാലും പിടിയിലായിട്ടുണ്ട്. ഭവൻജൂർ പച്ചനാടിയിൽ വെച്ചാണ്, ഏകദേശം ഈ മംഗളൂരിന് അടുത്ത് തന്നെയുള്ള ഒരു പ്രദേശമാണ്. അവിടെ വെച്ച് ഏതായാലും അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അറസ്റ്റ് നാടകം കൊണ്ടൊന്നും യാതൊരു കാര്യവും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരാളെ കൊന്നു കഴിഞ്ഞാലും 2 ആളെ കൊന്നു കഴിഞ്ഞാലും നമ്മുടെ നിയമ സംവിധാനം കൊടുക്കാൻ പോകുന്ന മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് അവൻ്റെ പ്രായമെല്ലാം കണക്കിലെടുത്തതിന് ശേഷം ഒരു ജീവപര്യന്തമായിരിക്കും. ഈ ജീവപര്യന്തം ജയിലിൽ പോയി കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ പോയി വരുന്നത് പോലെയാണ് ഇപ്പോഴത്തെ യുവാക്കൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകവും അതുപോലെ തന്നെ ഈ കൊലപാതക കുറ്റങ്ങളും വർദ്ധിച്ചു വരുന്നത്. ഒരിക്കലും നമ്മുടെ നാട്ടിൽ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ വധശിക്ഷ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമാണ്. കിട്ടിയാൽ തന്നെ അവസാനം അത് പ്രസിഡന്റിൻ്റെ അപേക്ഷക്കൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേഹാർജിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഈ ജീവപര്യന്തമാക്കി കുറച്ച് കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് നല്ല ധൈര്യമാണ്. കൊലപ്പെടുത്തി കഴിഞ്ഞാലും അവൻ്റെ പ്രായം ഇപ്പോൾ 22 ആണ്. ഇനി ഏറിപ്പോയാൽ 10-16 കൊല്ലം ജയിൽ കിടന്ന് സുഖമായിട്ട് ഇറങ്ങി വരും. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ കയ്യിലുണ്ടാവുകയും ചെയ്യും. ആ സമയത്ത് വേറൊരു യുവതിയെ സുഖമായിട്ട് കല്യാണം കഴിച്ച് നല്ല രസമായിട്ട് ജീവിച്ചു പോകാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിയമത്തിൻ്റെ ഏറ്റവും വലിയൊരു അപാകത. ഇത് തന്നെയാണ് ഇന്ന് കേരളത്തിലായാലും കേരളത്തിൻ്റെ പുറത്തിപ്പോൾ കർണാടകയിലായാലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലായാലും ഈ കൊല എന്ന് പറയുന്നത് യാതൊരു ഉളുപ്പുമില്ലാതെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തു തന്നെ ആയാലും ഈ നിയമനിർമ്മാണത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ മാത്രമേ ഇതിനൊരു കടിഞ്ഞാനിടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കൊലക്ക് പകരം തീർച്ചയായിട്ടും കൊല തന്നെ കൊണ്ടുവരണം. ഈ അറബി രാജ്യങ്ങളെല്ലാം നടക്കുന്നത് പോലെ കൊന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1 വർഷത്തിനിടയ്ക്കെങ്കിലും അവരെയും തിരിച്ചു കൊല്ലുന്ന ഒരു നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാവുകയോ, അല്ലാതെ ഇത്തരം 21 വയസ്സൊക്കെയുള്ള ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു യുവതിയെ പട്ടാപ്പകൽ 4 മണിക്ക് ബസ് സ്റ്റാൻഡിലിട്ട്
വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും രീതിയിലുള്ള ഒരു അക്രമമാണ് യുവാവ് കാഴ്ചവെച്ചത്. ഇന്ന് പല ആവർത്തി നമ്മൾ കണ്ടതാണ്. കാസർഗോഡായാലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തായാലും നെയ്യാറ്റിൻകരയിലായാലും എവിടെയായാലും അതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായ നിയമനിർമ്മാണ സംവിധാനത്തിലൂടെ മാത്രമേ ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്കൊന്ന് കാണാം. 4 കൂടിയാണ് ബണ്ട്വാൾ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള BC റോഡിൽ വെച്ച് അതിക്രൂരമായ ഈ കൊലപാതകം നടക്കുന്നത്. അതായത് ഈ പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പോലീസ് പറയുന്നത് ഈ ലാവണ്യയും ചേതനുമായി 4 വർഷം മുൻപ് പ്രണയത്തിലായിരുന്നു. പിന്നീട് ലാവണ്യ ഈ പ്രണയത്തിൽ നിന്നും പിന്മാറുന്നു. ഇതോടുകൂടി ചേതൻ ഈ പെൺകുട്ടിയെ നിരന്തരം ശല്യപ്പെടുത്താറുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിലായി ഈ ഒരു ഹോം നേഴ്സായി ജോലി ചെയ്യുകയായിരുന്ന ലാവണ്യ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നതിനിടയിൽ ബസ്സിൽ കയറിയിരുന്നിരുന്നു. അവിടെ നിന്നും പിടിച്ച് പുറത്തിറക്കി മഴു ഉപയോഗിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് മാത്രമല്ല, ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഈ ദൃശ്യം പകർത്തുകയും ചെയ്തു. ആ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ കൃത്യം നടത്തിയതിനു ശേഷം പ്രതി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പിന്നീട് ഇപ്പോൾ മംഗളൂരുവിലെ വാമഞ്ചൂറിന് സമീപത്ത് വെച്ചാണ് ഇപ്പോൾ പ്രതി പിടിയിലായത്. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി ഈ പെൺകുട്ടിയുടെ ലാവണ്യയുടെ വീട്ടിലേക്ക് വിളിച്ച് താൻ ഇത്തരത്തിൽ മകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും താനും ആത്മഹത്യ ചെയ്യുമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ ഇതിനിടയിൽ തന്നെ പോലീസ് 24 മണിക്കൂർ തികയും മുൻപ് തന്നെ ഈ പ്രതിയെ പോലീസ് സമർത്ഥമായി പിടികൂടി. പോലീസ് പിടികൂടുന്ന സമയത്ത് വിഷം കഴിച്ച് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അത് പോലീസ് തടയുകയും പോലീസ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇയാളെ വിശദമായി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രണയപ്പകയിൽ നിരവധി കൊലപാതകങ്ങൾ നമ്മൾ ഇത്തരത്തിൽ കേൾക്കുന്ന സാഹചര്യമുണ്ടായി. ഇതും ഒരു പ്രണയത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് പ്രണയ നൈരാശ്യത്തെ തുടർന്നുണ്ടായ ഏതായാലും സ്വകാര്യ നഴ്സിംഗ് ഹോം ജീവനക്കാരിയായ ലാവണ്യ എന്ന് പറയുന്ന 21 വയസ്സുള്ള യുവതിയാണ് ഈ ദാരുണമായ ഒരു മരണത്തിന് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ നടന്ന സംഭവത്തിന് ശേഷം ആൾക്കാർ എല്ലാവരും കൂടി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അപ്പോൾ തന്നെ ലാവണ്യ മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഏതായാലും പ്രതിയായ ചേതൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാവഞ്ചൂർ പച്ചനാടിയിൽ വെച്ചിട്ടാണ്, മംഗളൂരുവിന് അടുത്തുള്ള സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് ഏതായാലും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മറ്റ് നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും പ്രതിക്ക് മാക്സിമം ഇന്ത്യൻ നിയമത്തിൽ കിട്ടുന്ന മാക്സിമം വധശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനിയും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.